അപ്പോൾ ഓമന ചേച്ചി അയച്ചു തന്ന റെസിപ്പിയിലേക്ക് കടക്കുകയാണ്. ഒരു 10-16 കുറുക്കന്മാരുണ്ടായിരുന്നു. 10 കുറയ്ക്കതിന്ന് വല്ല പ്ലേറ്റ്. അയ്യോ 3 ഉരുളക്കിഴങ്ങ് വീണു. മിക്സ് ചെയ്തപ്പോ നല്ല സാധനമായിട്ട് തരുത്. ചാർലി പാടുന്നത് ഞാൻ ചാർലി പാടുന്നതാണ്. ഇതൊരു സത്യം പറഞ്ഞ മനസ്സമാധാനം പോയി എന്ന് പറയാം. ചുരുക്കി പറഞ്ഞ ആ സാധനം കിണറ്റിലുണ്ട്. ആള് ഇത്ര നേരം വീരകഥകൾ പറയായിരുന്നു. രാജവെമ്പാലകളെ 3 അമ്മാനം അടുകയായിരുന്നു. രാജവെമ്പാല ആരും ഉപദ്രവിക്കണില്ല കേട്ടാ. അയ്യോ പ്രിയപ്പെട്ട ചേട്ടന്മാരെ ചേച്ചിമാരെ, ഞാൻ ഇറങ്ങിയിട്ട് പറയാം. സത്യം പറഞ്ഞ മനസ്സമാധാനം പോയി എന്ന് പറയാം. അതുപോലത്തെ ഒരവസ്ഥയാണ് ഇവിടെ ഇന്നലെ ഉണ്ടായത്. നമ്മുടെ ഈ പറമ്പൊന്ന് കാണിച്ചേ. ചേട്ടൻ ഇന്നലെ പറഞ്ഞോളൂ ഈ പറമ്പ് കാട് പിടിച്ച് കിടക്കുകയെന്ന്. അത് അവർ കേട്ടോ എന്തോ. ഇന്നലെ തന്നെ JCB വന്നിട്ട്, ഇന്നലത്തെ നമ്മുടെ കുടിലത്തെ വീഡിയോയിൽ കണ്ടില്ലേ, അല്ല സൗണ്ട് കേട്ടോടൊന്നും ഞങ്ങൾ പറഞ്ഞോടുന്നില്ല. അവിടെ JCB വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ക്ലീൻ ആക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന്. അത് കറക്റ്റായിരുന്നു. അവിടെ നിന്ന് വൃത്തിയാക്കി വരായിരുന്നു. അങ്ങനെ വൃത്തിയാക്കി നമ്മുടെ ഈ അതിർത്തിയിലെത്തി. ഞാനാണെങ്കിൽ ആ ഷൂട്ടിങ് കഴിഞ്ഞ് കടയിലേക്ക് പോയി. അപ്പോൾ ഇവിടെ വൃത്തിയാക്കി വന്നപ്പോൾ വലിയൊരു മലമ്പാമ്പ് അത് നമ്മുടെ ഈ മതിലുമേ കൂടെ നമ്മുടെ പറമ്പിലേക്ക് കയറി. ഞാൻ കണ്ടില്ല, ഞാൻ കടയിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ ജയൻ്റെ മോൻ എന്നെ ഫോൺ വിളിച്ചു. നിങ്ങളുടെ പറമ്പിലേക്ക് ഒരു മലമ്പാമ്പ് ചാടിയുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇവിടെ JCB വൃത്തിയാക്കിയപ്പോൾ അപ്പം ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞു. ചേട്ടൻ ഓടി വന്നിട്ട് ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഒന്നുമില്ല. അപ്പൊ ഇവിടെ പണിക്കാരൻ മറ്റേ ഈ ഔസഫിന്റെ പറമ്പിന്റെ നോക്കുന്ന ആള്, അയാള് പറഞ്ഞു ആ പാമ്പൊക്കെ അങ്ങോട്ട് പോയി, അതൊക്കെ അവിടേക്ക് കയറിപ്പോയി എന്ന് പറഞ്ഞു. ആ പറമ്പിലേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പൊ തന്നെയാണ് കേട്ടോ വിളിച്ചത്. അപ്പോഴത്തേക്കും കയറിപ്പോയി എന്ന് പറഞ്ഞു. മലമ്പാമ്പ് പിന്നെ അത്ര വേഗം. പിന്നെ അവര് പറഞ്ഞു മലമ്പാമ്പൊന്നല്ല അത് അണലിയാന്ന് പറഞ്ഞു. വട്ടക്കൂറാന്ന് പറയണ അതായത് അണലി, മൂത്ത് മുരട്ടിച്ച സാധനം, നല്ല വണ്ണൊക്കെ ഉണ്ട്, അത് അണലിയാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഒന്നുകൂടി പേടി. മലമ്പാമ്പ് എന്ന് പറഞ്ഞപ്പോൾ അത്ര പേടി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ അപ്പം തന്നെ എന്നെ വീഡിയോ കോൾ വിളിച്ചിട്ട് ഇവിടേക്ക് ഇങ്ങനെ കാണിച്ചു, ഇവിടെ പാമ്പൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാണിച്ച് ചേട്ടൻ നോക്കി വീട് അവിടെ പാമ്പ്, ആ മലമ്പാമ്പ് തന്നെയായിരുന്നു. അതായത് അത് ഈ പറമ്പിലേക്ക് വന്നിട്ട് പിന്നെ ഇതിൽ കൂടെ കയറി ഇട്ടായിരിക്കണം. ഇങ്ങനെ ഇവിടേക്ക് വന്നു, ഇങ്ങനെ കേറിയിട്ട് ഇവിടെ പാമ്പുണ്ടാ. അത് കാരണം ഇപ്പൊ ജാതി പേടി ഞങ്ങൾക്ക്. ഇങ്ങനെ കേറിയിട്ട് ആള് ഇതിന്റെ മോളിയോടെ കേറിയിട്ട് അവിടെ കിടക്ക. അങ്ങനെ ഇത് ഇത്രയ്ക്ക് വണ്ണുണ്ട്, എത്രയ്ക്ക് വണ്ണുണ്ട് ഇത് പറയാന്നറിയോ? ഒരു നീണ്ടു തുടങ്ങാം. അതെ ശരിക്കും വണ്ണം ഇത് ഇത്രയ്ക്ക് ഉണ്ട്. നമ്മുടെ ഈ വേപ്പിന്റെ ഈ വണ്ണല്ലേ കറക്റ്റ് വണ്ണം. ഇത് ഇത്രയ്ക്ക് വണ്ണുണ്ട്. ഈ സാധനത്തിന്റെ വണ്ണത്തിലുള്ള സാധനം ഒരു കൊടും ഭീകരനായിട്ട് അവിടെ കിടക്കുക. അപ്പൊ ഞാൻ അകത്തേക്ക് ഓടി ഷൂട്ട് ചെയ്യാനായിട്ട്, ക്യാമറ ഫോൺ എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അവര് പണിക്കാർ അവിടെ നിന്ന് ഓടി വന്നു. ഇതിനെ കണ്ടിട്ട് പണിക്കാര് ഓടി വന്ന ആ സൗണ്ടും ഇതൊക്കെ കേട്ടിട്ടാന്നുകൊണ്ട് അത് ഇടിഞ്ഞു പൊളിഞ്ഞ ആ കിണറ്റിലേക്ക് വന്നു. ചുരുക്കി പറഞ്ഞ ആ സാധനം കിണറ്റിലുണ്ട്. അപ്പൊ തന്നെ നമ്മള് ഫോൺ എടുത്ത് കറക്കി മറ്റേ ഇവിടേക്ക് വിളിച്ചു, സർപ്പ ആപ്പിന്റെ അവർക്ക് വിളിച്ചു. പാമ്പിനെ ഇത് പിടിക്കാൻ പറ്റില്ല. അവര് ഉറപ്പിച്ച് പറഞ്ഞ അണലി തന്നെയാന്ന്. അപ്പോഴേ ഞങ്ങക്ക് കൂടുതൽ പേടിയായേ. അതുകൊണ്ടാണ് അവരെ വിളിച്ചേ. എന്നിട്ട് ആള് വന്നു നോക്കിയിട്ട് ആള് മോളിയോടെ കയറി നോക്കി. ആള് വന്നിട്ടുള്ള സംഭവം നീ കാണിച്ചു തരാം. അത് ഇന്നലെ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പാമ്പിനെ കണ്ടിട്ട് നമ്മള് പാമ്പിനെ പിടിക്കാൻ വേണ്ടി ഫോറസ്റ്റില് സർപ്പ ആപ്പ്, ആ ആപ്പിൽ കയറിയിട്ട് നമ്മൾ ഇവരെ വിളിച്ചു. അപ്പോൾ ഏത് ഡിവിഷൻ പറ? മാന്നാമംഗലം ഫോറസ്റ്റ്. ആ വശത്തെ പേരെന്തുട്ടാ? ടൈറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നിട്ട് പറയാ ആള് ഇത്ര നേരം വീരകഥകൾ പറയായിരുന്നു. ഇന്നലെ പിന്നെ ഞാനൊക്കെ രാജവെമ്പാലകളുടെ കൂടെ ആള് എന്നിട്ട് പറയാ രാജവെമ്പാലകളെ 3 അമ്മാനം അടുകയായിരുന്നു. പക്ഷെ കിട്ടിയില്ല പിടിക്കാൻ അല്ലേ? ഇന്ന് കിട്ടി. ഇതില് പാമ്പൊന്നും ഇല്ലല്ലോ. അപ്പൊ ആള് പക്ഷെ വന്നു സാഹസികമായി കിണറ്റിലൊക്കെ ഇറങ്ങി. പക്ഷെ നമ്മുടെ അല്ലേ ഇറങ്ങിയില്ലേ? സോറി, ഞാനിപ്പ എന്നെ വന്നുള്ളത് കൊണ്ട് ഞാൻ കണ്ടില്ല. ഞാൻ പാമ്പിനെ പിടിക്കണത് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് വണ്ടി വിളിച്ചിട്ട് കടയിൽ നിന്ന് ഓടി വന്നതാ. പക്ഷെ അതൊന്നും പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇവര് വന്നപ്പോൾ അത് കിണറ്റിലേക്കാണ് വീണതേ ആ പാമ്പ്. അപ്പൊ കിണറ്റിൽ നിന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആള് വന്നേ. പക്ഷെ അതിനെ കാണാനില്ല. എവിടെ നിന്നിട്ടപ്പോ നോക്കിയേ? അല്ല, വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നോക്കിയില്ലല്ലോ. വെള്ളം ഇങ്ങനെ കലങ്ങിയിട്ട് കിടക്കണേ. 1.5 ആൾക്ക് എവിടെ നിന്ന് വെള്ളം? അപ്പൊ അങ്ങനെ
അപ്പം അതിൻ്റെ ഉള്ളിൽ എന്നിട്ട് പറയും അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിലവിൽ പാമ്പിനെ കാണാനില്ല. ഇനി കാണുമ്പോൾ വിളിക്കുക. നിറച്ച് പൊത്തുകളാ, ഫുൾ പൊത്തുകളാ. ആ പൊത്ത് എവിടെ വരയ്ക്ക് ഉണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ പൊത്തി കൂടെ അത് ചിലപ്പോൾ ഈ പഞ്ചായത്ത് കിട്ടുമെന്നും അറിയില്ല. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ മൂപ്പര് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇപ്പോഴേ അതിൻ്റെ മുകളിൽ നിന്ന് ഉരുണ്ട് പറണ്ട് വീണേൻ്റെ ഷോക്കിൽ ആള് വെള്ളത്തിൽ തളർന്ന് കിടക്കും. അതുണ്ടാവില്ല. നേരെ അതിൻ്റെ പൊത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധ്യത. അല്ലാന്നുണ്ടെങ്കിൽ മൂപ്പരവിടെ കിടന്നാനാ. അണലിക്കാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അണലിയല്ലല്ലോ, മലമ്പാമ്പല്ലേ. അവര് പണിക്കാര് വീഡിയോ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ ആള് പറഞ്ഞു അത് മലമ്പാമ്പാണെന്ന് പറഞ്ഞു, അണലിയല്ലാന്ന് പറഞ്ഞു. അപ്പൊ ആള് ഇതേ നിരാശയോടെ മടങ്ങുകയാണ്. അടുത്ത കേസ് ഇനി പോണത് എവിടേക്കാ? മണലൂര് കാഞ്ഞാണി ഭാഗം. അവിടെ ഏത് പാമ്പാ? അത് നമുക്ക് പറയാൻ പറ്റിയ എന്നിട്ട് സലീംകുമാർ പറഞ്ഞ പോലെ ഇവിടെ വരെ വന്നതിനും ഇതിൽ സഹകരിച്ചതിനും നന്ദി എന്റെ പേരിലും അല്ലേ, അതല്ലേ. അപ്പൊ അങ്ങനെ ആള് പോവാണ്. ഇനി നാളെ രാവിലെ തന്നെ ഞങ്ങൾ ഇനി രാത്രി അത് കയറി ഇപ്പുറത്തേക്ക് കിടക്കോ, ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല ഇനി വെച്ചിട്ടേക്ക് വരാനായിട്ട് ദൈവമേ. അപ്പൊ എന്തായാലും സർപ്പ എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് വരെ ഫോൺ നമ്പറും ഡീറ്റെയിൽസൊക്കെ കിട്ടും. അപ്പോൾ ഇപ്പോൾ വേനൽക്കാലമാണ്, കുറേ പാമ്പുകളൊക്കെ എണ്ണ ചേരണ സമയങ്ങളൊക്കെയാണ്. അപ്പോൾ ഒക്കെ ഇവറ്റങ്ങളെ പുറത്ത് കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ വീടിൻ്റെ അകത്ത് കയറും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കാനായിട്ടൊരു ഫോൺ നമ്പർ നിങ്ങൾ അതിൽ കയറിയിട്ട് അപ്പോൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഫോൺ നമ്പർ സേവ് ചെയ്ത് വെച്ചോട്ടാ. അപ്പോൾ ആള് പോയി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർപ്പ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഫോൺ നമ്പർ കിട്ടണത് എല്ലാവരും സേവ് ചെയ്ത് വെച്ചോളൂട്ടാ കയ്യിൽ, പെട്ടെന്ന് ആവശ്യം വരാം. അപ്പോൾ ശരി, ഇനി നാളെ എങ്ങനെ അതിനെ കാണുകയാണെങ്കിൽ കാണിച്ചു തരാം. ടെൻഷനായി ഇപ്പോൾ. നമ്മുടെ ഇവിടെ നമ്മൾ നീർക്കോലീനെ എപ്പോഴും കാണും, ചേരപ്പാമ്പുകൾ ഇങ്ങനെ ഇതിൽ കൂടെ ഒക്കെ പോണ് കാണാം, അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. മൂർക്കം പാമ്പിൻ്റെ ഉറ കാണാം, പക്ഷേ ഇതുവരെ മൂർക്കൻ നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. ഉണ്ടെന്നറിയാം, ഇവിടെ ഒരു മൂർക്കൻ, ഒരു നല്ല മൂത്തൊരു സാധനം ഇവിടെ ഉണ്ടെന്നറിയാം കുറേ നാളുകളായിട്ട്. കാരണം നമ്മുടെ ഇവിടെ മതിൽ കെട്ടണ സമയത്ത് മതിലിൻ്റെ അവിടെ നമ്മുടെ അതിർത്തിയിൽ തന്നെ വലിയൊരു പൊത്തുണ്ടായിരുന്നു. അതിലാണ് ഒരു മറ്റേ ചെതൽപ്പുറ്റിൻ്റെ ഒരു വലിയ പൊത്തുണ്ടായിരുന്നു, അതിലായിരുന്നു ആൾ താമസം. അപ്പോൾ അവിടെ അസ്ഥിവാരം ഈ മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഈ ഇതില്ലേ എന്താ പറയുക, ചാല് കീറാൻ വേണ്ടി കീറുമല്ലോ നമ്മൾ തറ കെട്ടാൻ മതിൽ പണിയുമ്പോൾ, അതിന് വന്ന 2 അണ്ണന്മാരാണ് അവരിത് പൊളിച്ചപ്പോൾ ഇതിനോട് ചേർന്ന് നിൽക്കണ ഈ ചെതൽപ്പുറ്റുമ്പോൾ അവർ പൊളിച്ചപ്പോഴാണ് ഈ പാമ്പ് പുറത്ത് ചാടി. അവർ രണ്ടുപേരും ജീവനം കൊണ്ട് ഓടി. അത് കഴിഞ്ഞ് പിന്നെ അവർ കുറേ കഴിഞ്ഞിട്ട് വന്നു, പേടിച്ചിട്ട് പാമ്പ് നാഗം എന്നൊക്കെ പറഞ്ഞ് അവർ പേടിച്ച് പോയിട്ട് പിന്നെ അവർ വന്ന് പിന്നെ വീണ്ടും ചാലി കീറാൻ തുടങ്ങി. കുറേ കഴിഞ്ഞ് അവർ പണി നിർത്തേണ്ട സമയത്തുണ്ട് ആ പാമ്പ് വീണ്ടും വരുന്നു. അപ്പോൾ അത് വലിയ മൂത്ത നല്ല സാധനമായിരുന്നു. എന്നിട്ട് അവർ പറയുകയും ചെയ്തു നമ്മളോട്, അതവിടെ സ്ഥിരം താമസമുള്ള, അല്ലെങ്കിൽ അത് തിരിച്ച് അങ്ങടെ തന്നെ വീണ്ടും വരില്ല, അപ്പോൾ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ പാമ്പിനെ ഇവിടെ എതിർത്തിയിലായിട്ട് അവിടെയും കാണാറുണ്ട്. പക്ഷേ നമ്മളുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മളിതുവരെ കണ്ടിട്ടില്ല. നമ്മൾ പാമ്പിൻ്റെ ഉറ മാത്രമാണ് ഇവിടെ കണ്ടിട്ടുള്ളൂ. അത് ഉറ ഊരിയിടാൻ വേണ്ടി മാത്രം നമ്മുടെ പറമ്പിലേക്ക് വന്നിട്ട് തിരിച്ച് പോവാണോ നമുക്കറിയില്ല. എന്നാലും പേടി തോന്നിയിട്ടില്ല കേട്ടാ മൂർക്ക. പക്ഷെ ഇതിപ്പോൾ ഒരു ടെൻഷനായി. എന്നാലും അത് എവിടെ നിന്ന് വന്നതോ ഇത്ര വലിയ മലമ്പാമ്പ് അല്ലേ, എന്തുകൊണ്ടും പാമ്പാ. പറഞ്ഞു പിടിച്ചെന്ന് നമ്മുടെ കോഴികളുണ്ട് ഇവിടെ, അതിന് തീറ്റ അതില് അയാൾ പറഞ്ഞ് കുറച്ച് അത്യാവശ്യം തീറ്റ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ തീറ്റ കിട്ടാണ്ടാകുമ്പോൾ ആള് പുറത്തേക്ക് വരും, ചിലപ്പോൾ ഇവിടേക്കൊക്കെ വരാം, എവിടെയെങ്കിലൊക്കെ വന്ന് കിടക്കണമെങ്കിൽ തന്നെ നമ്മൾ അറിയില്ലല്ലോ. ഞാനെന്നിട്ട് മലമ്പാമ്പായ കാരണം അത്ര പേടിക്കാനില്ലല്ലോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അമ്മേനെ വിളിച്ച് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു മലമ്പാമ്പിന് പേടിക്കണ്ടെന്ന് ആരാ പറഞ്ഞേ, അത് പെട്ടെന്ന് നിങ്ങൾ നടക്കണ വഴിയിലൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, അറിയില്ല. അതിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ അത് കാലുമേ ചുറ്റി പിടിക്കും. പിന്നെ നമ്മളെ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മളെ ചുറ്റി വരിഞ്ഞ് നമ്മൾ ഇറുക്കി നമ്മളെ കൊല്ലും. കൊന്നു കഴിഞ്ഞിട്ട് നമ്മളെ വിഴുങ്ങാൻ നോക്കുമ്പോൾ കടക്കില്ലല്ലോ, അപ്പോൾ അതവിടെ ഇട്ടിട്ട് പോകും. ദൈവം അത് കേട്ടിട്ട് ഇന്നലെ രാത്രി ഞാൻ സ്വപ്നം കണ്ടത് മുഴുവൻ മലമ്പാമ്പിനെയായിരുന്നു, പാമ്പെന്നെ പിടിച്ച് ഇറുക്കി കൊല്ലണത്. അങ്ങനെ കാലത്ത് എണീക്കുമ്പോഴും ഇവിടേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോഴൊക്കെ പേടിയാവാ. അപ്പോൾ കാലത്ത് അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീതു ചേച്ചി അതിനെ കിട്ടിയ. അവൾക്ക് അവിടെ ഇറങ്ങുമ്പോൾ പേടി, കാരണം ആ പാമ്പിനെ അതിൽ കൂടെ സുഖമായിട്ട് അവിടേക്ക് മതിലിൻ്റെ അങ്ങോട്ട് കിടക്കാമല്ലോ. ഇതെങ്ങാനും ഇനി അവിടേക്ക് വന്നിട്ട് കിടക്കുക, അവിടെയാണെങ്കിൽ നിറയെ കാട് പിടിച്ചൊക്കെ കിടക്കുന്നുണ്ട്, അത് അങ്ങോട്ട് വരാമെന്ന് പേടിച്ചിട്ട് അവരിയ്ക്കണം. നമ്മളിപ്പോൾ ഒരു പാമ്പിനെ പേടിക്കണം. ഈ കാടിൻ്റെ സൈഡിലൊക്കെ ജീവിക്കുന്ന ആനകളെയും പന്നീനെയും കടുവനെയൊക്കെ പേടിക്കുന്ന പാമ്പ് പിടിക്കാൻ ഇന്നലെ വന്ന ആളതാ പറഞ്ഞേ, മാന്നാമംഗലത്ത് അയാൾ ഇപ്പം 3-4 ദിവസമായി അടുപ്പിച്ച് രാജവെമ്പാലനെ കണ്ടിട്ട് അതിനെ പിടിക്കാനായിട്ട് ആളുകൾ വിളിച്ചിട്ടേ പോണു.
അപ്പം അവർ പറയാന്ന് രാത്രി ആയാൽ ആന ഇറങ്ങും, പകലാണെങ്കിൽ പാമ്പ് സുഖമായിട്ട് റോട്ടിലൂടെയൊക്കെ ഇങ്ങനെ പോവാന്ന്. രാജവെമ്പാല ആരും ഉപദ്രവിക്കണില്ല കേട്ടാ, ആരും കടിക്കുക അങ്ങനെ കൊത്തിന്നൊന്നും കേൾക്കണില്ല. പക്ഷെ ഇതിനെ കാണുമ്പോൾ പക്ഷെ ആൾക്കാർക്ക് പേടിയാവല്ലേ, അകത്തിയൊക്കെ കയറി വരാ അങ്ങനെ. അപ്പോൾ ഇനി നമുക്ക് പറമ്പിലേക്ക് പോകാം. ഞാൻ പറമ്പിലേക്ക് പോയിട്ട് വരാം. നമ്മൾ കുറേ കാബേജ് നമുക്ക് ഉണ്ടായി തവണ കേട്ടോ, കുറേ കാബേജ് ഉണ്ടായി. പക്ഷേ കാബേജ് ആർക്കും ആവശ്യമില്ല. കുറേ പേരോട് ചോദിച്ചു, ആർക്കും വേണ്ട കാബേജ്. നമ്മുടെ വീട്ടിലുള്ളവർക്കും വേണ്ട, ആർക്കും വേണ്ട. അപ്പോൾ എന്തിനാണ് കാബേജിനോട് ഇത്ര അവറുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജി. നമ്മുടെ അതിൽ കമൻ്റ് ഇടുന്ന, നമ്മുടെ വീഡിയോ കാണുന്ന ഓമന രാമദാസ് എന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞു, കാബേജ് കളയണില്ല കാബേജ് കൊണ്ട് നമുക്ക് ഒരു ചപ്പാത്തിക്ക് ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഉഗ്രൻ സൂപ്പർ കറി വയ്ക്കാന്ന് പറഞ്ഞിട്ട് ആൾ നമ്മുടെ കമൻറ്റിൽ ഒരു ഇത് വെക്കേണ്ട വിധം ഇട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് വെച്ച് നോക്കാം, സരിത് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാബേജ് പൊട്ടിച്ച് പോവാണ് കേട്ടോ. ഓഹോ, ഒന്നുമില്ല, ഞാൻ ഇന്നലെ പറഞ്ഞു, അതായത് നമ്മൾ ഈ കമ്പോസ്റ്റ് പൊളിച്ചില്ലോ, ഇതൊക്കെ ഈ കമ്പോസ്റ്റ് പൊളിച്ചില്ലോ. അപ്പോൾ അതിൻ്റെ കമ്പോസ്റ്റ് നമ്മൾ ഈ വെണ്ടയ്ക്ക് ഇടുമ്പോൾ, വെണ്ട കുറച്ച് ദിവസം പ്രായമായിട്ടല്ലോ വെണ്ട. അപ്പോൾ ഇതിന് ഇത്രയ്ക്കധികം വളം ഇടാൻ പാടില്ല. അത് എന്താ പറയുക, ചെറിയ കുട്ടികൾക്ക് കണ്ടമാനം ബിരിയാണി വായിൽ കുത്തി നിറച്ച് കൊടുക്കണ പോലെയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ വളമൊന്നും ചെയ്തിട്ടില്ല, ആ ഉള്ള വളം തന്നെ ഇട്ടില്ല. വളർച്ചയുണ്ട്, ഒന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ, ഒരെണ്ണം പോലും പോയിട്ടില്ല. അവർക്ക് കാത്തിത് കാണാം, നമ്മൾ കാണിച്ചു തരില്ലല്ലോ. പിന്നെ അതൊന്നും കാബേജ് കൊണ്ടിപ്പോൾ നിതിന് കാബേജ് വേണം. എടുത്തോ, കുഴപ്പമില്ല. ഇതുപോലത്തെ കാബേജൊന്നും കിട്ടില്ല. ഇതൊക്കെ വീട്ടുകാർക്ക് വീട്ടിൽ വെക്കാലോ. അത്ര വലിയ വലിപ്പമുള്ളല്ലോ, മുഴുത്ത കാബേജുകളല്ല. ചിക്കനും പോർക്കൊക്കെ കൊണ്ടുപോകാറ്, ഇപ്പോൾ കാബേജ് കൊണ്ടുപോകുന്നില്ല. അല്ല, ഇത് വെറുതെ നാളെ കാലത്തൊന്ന് ഉപ്പേരി വയ്ക്കി. കാബേജ് തോരൻ വെച്ചോ, ഉപ്പേരി എന്നാണ് പറയുന്നത്. വെച്ചോ, എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഇത് നിനക്ക് കൊണ്ടുപോകട്ടാ. ഇത് നമുക്ക് പാചകം ചെയ്യാം. അപ്പോൾ ഓമന ചേച്ചി അയച്ചു തന്ന റെസിപ്പിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കാബേജും കേട്ടപ്പോൾ ഒരു പുതുമ തോന്നിയിട്ടാ. കാബേജ് കൊണ്ട് നമ്മൾ സാധാരണ ഒരു കാബേജ് തോരനല്ലേ വെക്കുക. അപ്പോൾ അതാണ് വെച്ച് മടുത്തു. കുറേ നാളായി ഇത് കാബേജ് തോരൻ തുടങ്ങിയിട്ടേ വെക്കല്. അത് കാരണം ഇതൊരു വേറെ ടൈപ്പ് റെസിപ്പി കണ്ടപ്പോൾ ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇതായും തന്നെ അരിയട്ടെ കേട്ടാ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അത് അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അരിയേണ്ട കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടാ. ഞാൻ സാധാരണ തോരൻ വയ്ക്കാൻ അരിയണ പോലെ തന്നെയാണ് അരിയുന്നത്. എങ്ങനെയാണ് അരിയേണ്ടത്, ഏതുപോലെയാണെന്ന് ഒന്നും ഓമന ചേച്ചി പറയാത്തത് കൊണ്ട് അത്രയ്ക്ക് പൊടി ആക്കുന്നില്ല. ഇതുപോലെ ആക്കിയിട്ട് ഇടുകയാണ് കേട്ടാ. കുക്കറിൽ ഇടണം. കുക്കറിലാണ് ഇത് വേവിക്കേണ്ടത്. ഇനി കാബേജിനെ കളയാൻ പറ്റില്ലല്ലോ, അത്ര വിലപ്പെട്ട സാധനമാണ്. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് ചാണകപ്പൊടിയും നമ്മുടെ വർത്താനങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള മുതലുകളാണ് ഇതൊക്കെ. ഞാനപ്പോൾ ധന്യോട് ചോദിച്ചു വേണോന്ന്. അപ്പോൾ ധന്യക്ക് വേണ്ടാകും, അവർക്ക് തൈറോയിഡ് ഉണ്ടെന്ന്. അതുകൊണ്ട് വാങ്ങിക്കാറില്ല. ഇത് കുറേ ആവോ? അയ്യോ, കുഴപ്പമില്ല. നല്ല എണ്ണ കൊണ്ട് കൊടുക്കാൻ കൂട്ടാൻ അല്ല കൂട്ടാൻ കഴിക്കട്ടെ, കാബേജ് കൂട്ടാൻ കഴിക്കട്ടെ. ഇതിന് പേരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ ആള്. ഇങ്ങനെ ഒരു ഒഴുക്കം മട്ടിലാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, എഴുതി തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഐഡിയയില ചെയ്യണേ. ഇതിലെന്തെങ്കിലും ചേച്ചി വിചാരിച്ച പോലെ അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്, അത് ഇടാം. 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. കുഴപ്പമില്ല, കാബേജ് ഇത്ര ഉണ്ടല്ലോ. കുഴപ്പമില്ല, കൂട്ടാത്തിരി കൂടിക്കോട്ടെ. നമുക്ക് വൈകുന്നേരം നമുക്ക് കഴിക്കാമല്ലോ. ഇത് അധികം ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കണം. മഞ്ഞൾപ്പൊടി ഇരുന്നു. വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കണം, കുറച്ച് വെള്ളം ഒഴിക്കണം അല്ലേ. 2 വിസിലടിപ്പിക്കണം. നല്ല കാറ്റുണ്ട് കേട്ടോ. അല്ല, നല്ല ഇളം കാറ്റ്. എത്ര വിസിൽ? 2 വിസിൽ അടിക്കില്ല? 2 വിസിൽ. 2 വിസിൽ അടിക്കട്ടെ കേട്ടാ. രണ്ട് വിസിൽ കേട്ടാ. നമ്മൾ തീ ഓഫ് ചെയ്യാം. നീ സാറേ ഓഫ് ചെയ്തോ.
ഓഫ്. എന്തൊക്കെ അതിൻ്റെ ക്രമം പറഞ്ഞു? ഇനി ഇത് വേവിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യേണ്ടത് നമ്മൾ ഇറച്ചി കൂട്ടാനൊക്കെ വെക്കുന്ന പോലെയുള്ള സംഭവങ്ങൾ തന്നെ. അതായത് നമ്മുടെ സബോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇതൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി ഇതൊക്കെ ചേർക്കുക. അങ്ങനെ അതുപോലെ തന്നെ ഒക്കെ വ്യത്യാസമൊന്നുമില്ല, അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇത് ചപ്പാത്തി, ചോറ് അതിലേക്കൊക്കെ നല്ലതാണ്. റൊട്ടി അതിലേക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ആ ചേച്ചി എഴുതിയേക്കണേ. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. വൈകുന്നേരത്തേക്ക് എന്തായാലും ചോറിന്ന് വേഗം കഴിഞ്ഞല്ലോ. ചോറ് വേഗം കഴിഞ്ഞു. ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന് വരുമ്പോൾ ചോറ് ഊറ്റി വെച്ച പാത്രം ഇതൊക്കെ ആ കൊട്ടത്തളത്തിൽ എടുക്കുന്നുണ്ട്. അതെ, ചട്ടിയിലിട്ടിട്ട് ഇന്നലെ വെച്ച മീൻ, നമ്മുടെ വറ്റ കൂട്ടാൻ്റെ ചട്ടി അതിലിട്ട് പരട്ടി. ഞാൻ അതിൽ നിന്ന് ഇത്തിരിയാണ് ഇന്ന് ചോറ് കൊണ്ടുപോയിട്ടേ കടയിലേക്ക്. ഭയങ്കര ഇഷ്ടമായി ഇതെനിക്ക്. അതിന് ഞാനല്ല ആ ചോറുണ്ടത്, ചട്ടിയിലിട്ട് പരട്ടിയത് ജഗുവാണ് ഫുൾ ചോറുണ്ടത്, ഞാനല്ല. ഞാൻ വിശ്വസിച്ചു. എന്താ വിശ്വസിച്ചു? ബാക്കിയുള്ള ചോറ് ഞാൻ പട്ടിക്കലേക്ക് കൊടുത്തത് വൈകുന്നേരം. അപ്പൊ ചേട്ടാ ഉച്ചക്ക് ഒന്നും കഴിച്ചില്ല? ഞാൻ ചോറുണ്ട്, ജഗു ചോറുണ്ടു. ജഗു ചട്ടിയിലിട്ട് ചോറുണ്ടു, ഞാൻ സാധാരണ പോലെ ചോറുണ്ടു. എന്ത് കൂട്ടിട്ട്? ഞാൻ മീനിന്റെ ചാറയിൽ ഇത്തിരി എടുത്തിട്ട് എന്നിട്ട് പിന്നെ ഈ ബാക്കിയുള്ള ചോറ് നായ്ക്കൾക്ക് 2 പേർക്കും പതി വെച്ച് കൊടുത്തു, തൈര് കൂട്ടിയിട്ട്. ഏത് ആ ചോറാ? നല്ല ചോറാ? നമുക്ക് എന്തിനും ഈ സാധനം ഉണ്ടാക്കണില്ലേ, അതുകൊണ്ട് ചോറിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഞാൻ ചപ്പാത്തി കുഴയ്ക്കാൻ പോവാണ് കേട്ടോ. ഗോതമ്പ് പൊടി എടുത്തു, ഉപ്പിട്ടിട്ട് വെറുതെ വെള്ളം ഒഴിച്ചു, പച്ചവെള്ളം ഒഴിച്ച് കുഴയ്ക്കണം, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ചുരിദാർ നമ്മുടെ കടയിലത്തെയാണ് കേട്ടോ. ഇതിട്ടിട്ട് ഞാനും തന്നെയും കൂടി ഇട്ടിട്ട് ഒരു ഷോർട്സ് ഇട്ട് അപ്പം തന്നെ അത് മുഴുവൻ ചിലവായി. അപ്പോൾ വീണ്ടും കുറേ പേര് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് റീസ്റ്റോക്ക് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പം ഞങ്ങളത് സൂറത്തിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുടെ ഡ്രസ്സ് ഇട്ടാ. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അതിൽ തുറന്നം മീഡിയം സൈസ് എടുക്കും എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവൾ പറഞ്ഞു അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വാങ്ങിച്ചവരുണ്ടല്ലോ, ഓർഡർ ചെയ്ത് വാങ്ങിച്ചവരൊക്കെ നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ പാത്രം ചൂടായി, നമ്മൾ പതിവ് പോലെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടോ. ഈ വെളുത്തുള്ളിയും സബോളയും ഇഞ്ചിയും ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്തായാലും സ്ഥിതി അല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ ഈ 4 വർഷംഗം നമ്മൾ ബോംബെയിൽ പോയിപ്പോൾ ബോംബെയിലെ സൂറത്തിൽ പോയിപ്പോൾ നമ്മൾ പനീറിന്റെ ഒരു മസാല കഴിച്ചു. പനീർ ബട്ടർ മസാല അത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. സാധനം കഴിച്ചിട്ടില്ലേ? അല്ല, അത് നമ്മുടെ അവിടുത്തെ ടേസ്റ്റ് അല്ല. അത് നമുക്ക് ചിലപ്പോൾ ചേർക്കണ ഇൻഗ്രീഡിയൻസിന് മാറ്റം ഉണ്ടാവും ചേട്ടാ. അവിടെ കിട്ടണ സാധനങ്ങളാവില്ല ഇവിടെ. പിന്നെ അത് ശരിയാ, അത് നമുക്കൊന്ന് വെക്കാം. അത് വെക്കണമെങ്കിൽ അവിടുത്തെ സാധനങ്ങൾ വേണ്ടേ? അതൊക്കെ വെക്കാം നമുക്ക്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നീ ഒരു സബോള ഇട്ടോ, 2 സബോള ഉണ്ടാവില്ല, ചെറിയ സബോള, ചെറിയ സബോള കേട്ടോ. പിന്നെ ഒരു 2-3 പച്ചമുളകും അതൊന്നായിട്ട് മറ്റേത് ചേർത്താൽ മതി. അതറിയാം. അവൾ ചപ്പാത്തി ഉണ്ടാക്കട്ടെ, ഞാൻ ഇതുണ്ടാക്കട്ടെ, പാമ്പ് അവിടെ കിടക്കട്ടെ. ഞാനും ജഗ്ഗും കാലത്തുനിന്ന് കുറേ നേരം അവിടെ ചെന്നിരിക്കുന്നു. അതങ്ങനെ പൊന്തി വരുന്നുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. അവിടെ 2-3 പൊത്തുകളിലുണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കണ്ടാവും എന്നാണ് ആള് പറഞ്ഞത്. അല്ല, ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ മാത്രമല്ല നോക്കട്ടെ, ഞാൻ ഈ നടക്കുന്ന വഴിയിലൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ടന്നെ നോക്കി തുടങ്ങും. ഇവിടെ ഞാൻ കിടക്കണ്ടോന്ന് അറിയില്ലല്ലോ. കാരണം കോഴികളെ ശബ്ദം ഉണ്ടാവും, അയറ്റുള്ള മണമൊക്കെ കിട്ടില്ല കോഴികളെ. അപ്പൊ കോഴികളെ പിടിക്കാൻ നല്ല സൗകര്യമാണല്ലോ. കോഴികളൊക്കെ ആണെങ്കിൽ നല്ല ഗടാഗടിയന്മാര് കോഴികള്. ആ പറമ്പില് കുറെ കുറുക്കന്മാരുണ്ടായിരുന്നു, കുറച്ച് നാളായിട്ട് അവറ്റളുടെ എനക്കില്ല. അതിനൊക്കെ ഇത് പിടിച്ച് തിന്നാണ് അവന്. ഒരു 10-16 കുറുക്കന്മാരുണ്ടായിരുന്നു. 16? ഒരു 10 കുറയ്ക്കതിന്ന് ഒരു 5-6 ഉണ്ടാവും വേണമെങ്കിൽ. 3 കൊല്ലം മുമ്പ് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാ, അതിൽ ശരിക്കും വ്യക്തമായിട്ട് കാണാം കുറുക്കന്മാർ. അത് 3 കൊല്ലം മുന്നല്ലേ. അപ്പൊ ആ കുറുക്കന്മാരൊക്കെ കഴിഞ്ഞപ്പോ ആള് നല്ല തടി വെച്ചിട്ടുണ്ടോ? അല്ല, ആള് നല്ല തടി വെച്ചല്ലോ, ചേട്ടൻ കണ്ടില്ലേ? ഭയങ്കര തൊട്ടതിന്റെ പോണെന്നറിയോ. ശരിക്കും ഇപ്പൊ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഞാൻ എടുത്തു വരുമ്പോഴേക്കും ആള് കണക്റ്റീവ് വീണു. ഞാനും ചേക്കും കാലത്ത് കുറേ നേരം വെള്ളത്തിലേക്ക് നോക്കിയിരിക്കും. വീണ്ടും വേറെ പാമ്പയില് വെള്ളത്തില് നീർക്കോലിയെങ്ങാനാവും അല്ലേ? പാമ്പുകളുണ്ടാവും. നല്ല അന്തരീക്ഷം അല്ലേ, കൂളിങ് അന്തരീക്ഷമാണ്. അപ്പം നമ്മൾ സവാള വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. സരിത ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സാധനം. നമ്മളിത് വാടിക്കൊണ്ടിരിക്കുകയാണ്. ചാർലിയും ഓടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അല്ല, മാന്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഓരോ പണികളുണ്ട്. എല്ലാം കണ്ടിന്യൂസ് ടെൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സവാള കുറച്ചൊക്കെ വാടി. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാ കുറച്ച്
വേപ്പിലിട്ടാളേ കേട്ടോ. കുറച്ച് വേപ്പിലിടണം കേട്ടോ. 9 ചപ്പാത്തി പോരെ? എനിക്ക് 2 ചപ്പാത്തി മതി. എനിക്ക് 1 മതി. സരിത ചപ്പാത്തി പരത്താൻ പോവാണ്. ഞാൻ ഇതൊക്കെ ഈ വെളുത്തുള്ളിയും വേപ്പിലിട്ടിട്ടത് നന്നായി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മൊരിഞ്ഞു വിട്ടാൽ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ തീ വളരെ കുറച്ചിട്ട് നമുക്ക് 1 ടീസ്പൂൺ അതിനേക്കാൾ അധികം കുറച്ചും കൂടി മുളക് പൊടി ഇട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിപ്പൊടി ഏകദേശം അത്രയ്ക്ക് ഇടാം. വേറെ പ്ലേറ്റ് എടുത്തിട്ട് പിന്നെ കുറച്ച് ഗരം മസാല പൊടി. ഇത് പൊടികൾ മൂത്ത് വരുമ്പോൾ ടൊമാറ്റോ പ്യൂരി ചേർക്കണം. അപ്പോൾ തക്കാളി 2 തക്കാളി വേവിച്ച് തൊലി കളഞ്ഞ് മിക്സിയിൽ അടിച്ചത് അതന്നെ കേട്ടാ. ഇത് വാങ്ങിക്കാൻ കിട്ടും ഈ സാധനം ദയവ് ചോദിക്കുന്നു. ഈ വെള്ളം ഒഴിക്കാൻ പറഞ്ഞിട്ട് അത് ആയി വരുമ്പോഴേ അതിൽ കാബേജും ഇതും വേവിച്ച വെള്ളമില്ലേ, അതിൽ വെള്ളം ഉണ്ടാവും. കുക്കർ തുറന്നിട്ട് ആ വെള്ളം ഒഴിക്കണം. ഇതിൽ ഉപ്പിടണ്ടേ? ഉപ്പ് വേണമെങ്കിൽ കേട്ടോ. ഇത് ഈ കൂട്ടിലേ നമുക്ക് നല്ല ഭംഗിയുള്ള കൂട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സ്വല്പം ഉപ്പിടാം. അരിക്കുള്ളത് കേട്ടോ. മറ്റേ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. അടിപൊളി കൂട്ട്. ആ ചാപ്പിളി ഇതെങ്ങടാ അങ്ങോട്ട് ഓടി നടക്കണം? 2 പേരെ ഞാൻ കൂടുതൽ നേരം പഴിച്ചിടും. പയ്യെ വെയിലല്ലേ, ഭയങ്കര ചൂടല്ലേ. 2ാമത്തെ ആഴ്ചന് ഒരു പുറത്ത് ചാടിയിട്ട് അത് കാരണം ഇപ്പം ഇടയ്ക്ക് കരയും. പൂട്ടിയിട്ട് കഴിഞ്ഞാൽ അപ്പം ഒരു 2 മിനിറ്റ് നേരം ഒന്ന് കരയും. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്നോളും. നമുക്ക് പാവം തോന്നും അങ്ങനെ കിടക്കണം. വഴിച്ചു വിടണം നമുക്കുണ്ട്. ഇവിടെ കിടന്ന് ഓടി നടന്നോട്ടെ വെച്ചിട്ട്. പക്ഷേ അവർക്ക് ഈ സ്ഥലം പോരാ. ഈ പഞ്ചായത്ത് മുഴുവൻ വേണം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, കുറച്ച് സമയം കിടക്കട്ടെ. ഇതില് നമ്മുടെ തക്കാളി ഇട്ടിട്ട് കുറേ സമയമായിട്ട് അത് കണ്ട നല്ല പേസ്റ്റായി. ഇത് ഒരു ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവും. നമുക്കിത് തുറക്കാം കേട്ടോ. കാറ്റ് ഇങ്ങനെ വെള്ളം ഉണ്ടോ നോക്കിയേ. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിക്കണം. വെള്ളം ഉണ്ട്. വെള്ളം ഒഴിച്ചോ. വെള്ളം. അയ്യോ, 1 ഉരുളക്കിഴങ്ങ് വീണു. 2 ഉരുളക്കിഴങ്ങ് വീണു. വല്ല പ്ലേറ്റ് അയ്യോ 3 ഉരുളക്കിഴങ്ങ് വീണു. പ്ലേറ്റ് എന്തിട്ടെങ്കിലും മൂടിയ വല്ലതും വെച്ചിട്ട് ഒഴിക്കണ്ടായിരുന്നു. സാറില്ലേ, അതെ, ഒരു മൂടി വെച്ചിട്ട് ഒഴിക്കണ്ടായിരുന്നു. വെള്ളം തിരിയുള്ളൂ മാത്രല്ല അല്ലേ? വെള്ളം ഇത്രയും വെള്ളമുള്ളൂ കേട്ടോ. അവിടെ നടക്കുന്നു. ഇനി ചൂടുവെള്ളം ഒഴിക്കേണ്ടി വരും. ഇനി വേറെ വെള്ളമൊന്നും വേണ്ട. ഇനി ആ വെള്ളം വറ്റിയിട്ട് വെളിച്ചെണ്ണ തെളിയുമ്പോൾ ഈ സാധനം ചേർക്കുക. അതെ. ഭയങ്കര കുത്തുവരാൻ മിളകിന്റെ എരിവ് കൂടുതലാണോ? അല്ല, അധികം ഗ്യാസും കുറ്റി കിട്ടാത്ത കാരണേ പല തുന്തുരൊന്നും കിട്ടാല്ലേ ഗ്യാസും കുറ്റി. അപ്പോൾ കടയൊക്കെ അടച്ചിടാമോ? 2 ദിവസത്തേക്ക് കഷ്ടി ഉള്ള ഗ്യാസ് ഉണ്ടാവും. പിന്നെ കട അടച്ചിടും. ഹോട്ടലുകളൊക്കെ നിർത്തി തുടങ്ങി എന്ന് പറയണു പലതും. എന്തോ പറയാമെന്നു ഞാൻ പറഞ്ഞ വാക്ക് എന്തിട്ടായിരുന്നു? വെള്ളം പറ്റിയിട്ടാ. അപ്പൊ ഞാൻ ഇതിലേക്ക് ചേർക്കണത് ഇത് ഉടയ്ക്കാൻ പറഞ്ഞിട്ടാ. ഉരുളക്കിഴങ്ങ് ഇല്ലല്ലേ? അങ്ങനെയൊന്നും പറയില്ല. ഇളക്കി ചേർത്തോ. അപ്പോൾ ഉടയുമായിരിക്കും വേണമെങ്കിൽ. അത്യാവശ്യം സാധനമാണ്. മിക്സ് ചെയ്യുക. ഞാൻ വിചാരിക്കും എനിക്ക് മാത്രം ചുമയും തുമ്മലും വരണുള്ളല്ലോ എന്ന്. നിങ്ങൾക്ക് 2 പേർക്ക് വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ എന്നിട്ട് പറയുന്നതെന്നറിയോ, പട്ടാളക്കാർക്കും പാമ്പിനെ പിടിക്കണവർക്കൊക്കെ ഏതാണ്ട് ഒരുപോലെ ഒന്നുകൊണ്ട് അവർക്ക് ഇങ്ങനെ പറയാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അവരുടെ വീരസാഹസിക കഥകളെ. പട്ടാളക്കാര് അവരുടെ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത കഥകളൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് നിർത്താൻ പറ്റില്ലല്ലോ. അതെ. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവര് തുടങ്ങില്ലേ. അതുപോലെ ഇന്നലെ പാമ്പിനെ പിടിക്കാൻ വന്ന മതിയാവണില്ല. നമ്മളോടല്ല, ആള് പറയണ കാര്യമാണ്. മറ്റേ ഓരോ സ്ഥലത്ത് പാമ്പുകളെ പിടിക്കാൻ പോകുമ്പോൾ ഉണ്ടാവണ അനുഭവങ്ങള്. രാജവെമ്പാല, മൂർഖൻ അവരൊക്കെ ആയിട്ടാണ്
സഹവാസം ആളുടെ ഇത് മിക്സ് ഭയങ്കര ധൈര്യം തന്നെ അല്ലേ അവർക്കൊക്കെയും. മിക്സ് ചെയ്തപ്പോൾ നല്ല സാധനമായിട്ട് തരുതാ നോക്കിയേ കണ്ട. എരിവ് കൂടുതലാന്ന് തോന്നുന്നു കേട്ടാ കണ്ടിട്ട്. ഞാൻ ഒരു പൊട്ടൊന്ന് നോക്കിയോട്ടെ, ഉപ്പ് കിപ്പൊക്കെ നോക്കിയോട്ടെ. ഉപ്പും കിപ്പൊക്കെ നോക്ക്. തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അല്ലെങ്കിൽ കട്ട കുത്തി കുത്തി വരില്ല, ഭയങ്കര ചൂട്. ചങ്ങലക്കിലുക്കം കേക്ക്. എല്ലാ ദിവസവും ചാർലിനെ പൂട്ടാൻ വേണ്ടിയിട്ട് ആദ്യം മറ്റേ ചാടിപ്പോവല് കഴിഞ്ഞിട്ട് ആ 3-4 ദിവസം ഇവർ ഭയങ്കര അനുസരണയുള്ളവരാ. പൂട്ടണ സ്ഥലത്ത് നിന്നിട്ട് ഒരൊറ്റ വിളിക്കുമ്പോൾ ഈ 2 പേരും കറക്റ്റ് ആ പൂട്ടണ സ്ഥലത്ത് 2 പേര് ആ ഓരോ ചങ്ങലകളുടെ അവിടെ വന്നിങ്ങനെ ഇരുന്ന് പൂട്ടിക്കോ എന്ന് പറഞ്ഞിട്ട്. അത് കഴിയുമ്പോൾ പിന്നെ പതുക്കെ പിന്നെ 3-4 വട്ടം വിളിക്കണം. പിന്നെ കുറേ പിന്നെ വിരട്ടിയാലൊക്കെ വരുള്ളൂ. ഇപ്പോൾ എന്ത് ചെയ്താലും വരില്ല. ഇപ്പോൾ ചാർലി അവിടെ കിടക്കാണ്, വരില്ല എത്ര വിളിച്ചാലും. അപ്പോൾ ചേട്ടൻ ചങ്ങല എടുത്തിട്ട് വരും. അപ്പോൾ ചങ്ങലയും കൊണ്ട് വരുമ്പോൾ ഈ പാട്ടും പാടിയിട്ടാണ് ചേട്ടൻ വരാം. എന്നും അതെ ഈ പാട്ട് കേൾക്കാം. അപ്പം എനിക്കറിയാം ചങ്ങലയും കൊണ്ട് ചാർലിനെ പൂട്ടാൻ പോകുന്നുണ്ട്. പാട്ടൊന്ന് പാടി, ചങ്ങല കിലുക്കം തൊട്ട് പാടി. ചങ്ങല കിലുക്കം കേൾക്കുമ്പോൾ ചങ്കിനകത്തൊരു പെടപ്പെടപ്പ്, മനക്കലെ പാപ്പാൻ്റെ അങ്ങനെയല്ല, അയ്യോ ചാർലി പാടുന്നിട്ടത് ഞാൻ ചാർലി പാടണതാണ്. ചാർലി പാടുന്നത് സങ്കല്പിക്കും. അതെ, എന്നിട്ടാണ് ചേട്ടൻ പാടുക. അയ്യോ വരി മറന്നു. അതാണ് ദിവസത്തിലൊരു 3-4 വട്ടം പാടുന്നത്. കുറച്ച് നേരത്തെ കൂടി പാടിയ പാട്ടാ. ഇങ്ങനെയാ മനക്കലെ പാപ്പാൻ പിടിച്ചു കെട്ടും, അങ്ങനല്ലേ? അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. ആരും കൊതിക്കണ പെണ്ണാണ്, ആലില വയറുള്ള പെണ്ണാണ്, മതം പൊട്ടി നിന്നാൽ പറ്റൂല മനക്കലെ പാപ്പാൻ പിടിച്ചു കെട്ടും, താന താന തന്തിന താന തന്തിന താന താനാന. അങ്ങനെയൊന്നല്ല, അതങ്ങനെയല്ല. അത് ചേട്ടൻ പാടി തെറ്റി. നീ പാടിയ പാട്ട് പാട്. എനിക്ക് വരികൾ അറിയില്ല. വരികൾ അറിയുന്ന വേണ്ട, പാടിക്കോ. വരികൾ അറിയാണ്ടെങ്ങനെ പാടുക? ഉപ്പ് നോക്കിയാ? രസമുണ്ട്, നല്ല രസമുണ്ട്. അല്ല ഉപ്പ് ഉണ്ടാ? ഉപ്പ് പാകത്തിനാ, ഇനി ഉപ്പ് വേണ്ട. ഇതാടാ കൂട്ടാൻ ഇറക്കി വയ്ക്കാം. നല്ലൊരു മസാല കൂട്ടാണിത്, നല്ല ഒരു കൂട്ടാണ്. നമ്മുടെ കാബേജിനെ വേസ്റ്റാക്കാണ്ടിരിക്കാൻ നല്ല ഒരു കൂട്ടാൻ. ഇത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി വേവിക്കാം. പക്ഷേ പാട്ടിൻ്റെ വരിയെ പോയി നിന്നുണ്ടായിരുന്നു. പിന്നെ കിട്ടിയില്ലോ, മതം പൊട്ടി നിന്നാൽ പറ്റൂല മനക്കലെ പാപ്പാൻ പിടിച്ചു കിട്ടും. അതായിരുന്നു ആ വരി. മതം അതായിരിക്കും തോന്നുന്നുണ്ട്. എനിക്ക് ആ പാട്ടറിയില്ല. കുഞ്ഞിലായിരിക്കുമ്പോഴേ അച്ഛൻ മടിയിലെത്തിയിട്ട് പാട്ട് പാടണ ഈ പാട്ട് പാടും. 3-4 വയസ്സുള്ള ആൾക്കാളെ പ്രീതിനും അല്ലെങ്കിൽ സജീവന അച്ഛൻ ഈ പാട്ട് അച്ഛൻ്റെ ഫേവററ്റ് പാട്ടാണ്. ശരിയാണല്ലേ? ഇങ്ങനെ അവർക്കൊക്കെ സുഖമാണ്. ഒരു കുട്ടികളുണ്ടാകുമ്പോഴേക്കും അടുത്ത ആൾ. അപ്പം ഇങ്ങനെ പിള്ളേരെ കുറേ കൊഞ്ചിക്കാനും കളിപ്പിക്കാനൊക്കെ പറ്റും. എനിക്കിപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ കുട്ടികളാണുമ്പോൾ കൊതിയായിട്ട്. കുറച്ച് നാൾ തുന്തുരുവിൻ്റെ ഉണ്ണി ഉണ്ടായിരുന്നു, പിന്നെ അവളും വലുതായില്ല. ഇപ്പോൾ അവരാണെങ്കിൽ 2ാമത്തെ കുട്ടിക്ക് നോക്കണില്ലാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ദോശ കലിമിലേ വെളിച്ചെണ്ണ തേക്കാനായിട്ടൊരു സാധനം എടുക്കാം. വാഴ തണ്ട്, ഓർഗാനിക് ബ്രഷ്. ഇതെപ്പോഴും തേക്കുമ്പോൾ ആസ്ട്രേലിയക്കാരനെ ഓർമ്മ വരും. പോട്ട് വെളിച്ചെണ്ണ ഇത് മായി എണ്ണയല്ല നല്ലതായിരുന്നേ. എണ്ണയാകുമ്പോൾ തക്കാളിക്കൊരു മണം, ഈ ചപ്പാത്തിക്ക് ഒരു വേറൊരു മണം വരും ഇല്ലേ? ഫസ്റ്റ് ചപ്പാത്തി അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോണേ. ചപ്പാത്തി ഒരെണ്ണെടുത്തു, ഇതേ കൂട്ടാൻ തിരിയണു. ഇതൊരു മസാലക്കൂട്ട് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ഇതിങ്ങനെ റോളാക്കിയിട്ട് കഴിച്ച് കിട്ടുന്നല്ലോ. വേണ്ട,
ഏത് രീതിയിൽ വേണമെങ്കിൽ തിന്നാട്ടാ. നീ പിന്നെ ഉപ്പ് നോക്കിയില്ലല്ലോ. എന്താ എരിവ് കൂടുതലാ? ഇത്തിരി എരിവ് കൂടുതലാ. നിനക്ക് തോന്നുന്നില്ല എരിവ്? വേറെ കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ പറ്റും. ഒരു മസാല കൂട്ടാൻ. ആ അതെ. കാബേജ് നമുക്ക് കാബേജിൻ്റെ അങ്ങനെ മണമൊന്നും അറിയില്ല അല്ലേ? ഒഴിവാക്കി കളയണ്ടല്ലോ. വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം, ചോറ് കൂട്ടിയും കഴിക്കാം. പറഞ്ഞിട്ടെന്നില്ലേ കാബേജ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. കാബേജിന്റെ മണം ഉണ്ടോ എന്ന് ആലോചിച്ചിരിക്കും. കാബേജിന്റെ മണേ ഇല്ല, അറിയണ തന്നെയില്ല കാബേജ് കൂട്ടാനാന്ന്. രസമുണ്ട്. ഞാൻ ഇപ്പോൾ കഴിക്കുമ്പോൾ കഴിക്കാം. ഇത്തിരി വെള്ളം. കുറച്ച് നേരത്തെ ചായ കുടിച്ചാറുണ്ട്, എനിക്ക് വിശക്കണില്ല. അതന്നെ ഒന്ന് 2 ചായ കുടിച്ചു. ജഗ്ഗുവിന് ചായ ഉണ്ടാക്കിയത് അവൻ കുടിച്ചില്ല, അപ്പം അതും ഞാൻ തന്നെ കുടിച്ചു. പിന്നെ വൈകുന്നേരമല്ല, വൈകുന്നേരം കഴിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. വേണ്ടെന്ന് പറഞ്ഞല്ലേ. അതെ, വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചു ചായ. അപ്പോൾ കാബേജ് ഉള്ളവർ വെച്ച് നോക്കിയോ, അങ്ങനത്തെ കൂട്ടാണ്. വെറുതെ ഒരു തമാശക്ക് വയ്ക്കാവുന്ന സാധനങ്ങളാണ്. ഇനി പാമ്പിനെ കാണാണെങ്കിൽ നിങ്ങളോട് പറയാട്ടാ. പാമ്പിനാണെങ്കിൽ നിങ്ങളോട് പറയല്ല, ആളെ വിളിക്കണം. അവർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.